ആ അമൂലിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന പോയിന്റ് തന്നെയായിരുന്നു അല്ലേ, അമൂലിൽ വരിക എന്നുള്ള. അവിടെ നമുക്ക് വേണ്ടി ചപ്പാത്തിയും ജാഗ പോകയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ വഡോദര മാർക്കറ്റിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മളെന്തായാലും ഉണ്ടല്ലോ, ഇതാ ഈ ഒരു ടൗണിനുള്ളിൽ കൂടി ഇപ്പോൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ആനന്ദ് ജില്ലയിലേക്ക് പോകും. ആനന്ദ് ജില്ലയിൽ എന്താ മെയിനായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അമൂലിൻ്റെ ആസ്ഥാനം ആനന്ദിലാണ് കേട്ടോ. അപ്പോൾ അമൂലിൻ്റെ ആസ്ഥാനം നമ്മൾ കാണുന്നുണ്ട്. എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നമുക്ക് പോയി നോക്കാം. വഡോദരയിലെ തന്നെ ഭാഗങ്ങളാണ് ഇത്. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ഏരിയ ആണ്. നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഒരുപാട് തുണി കച്ചവടം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വീട്ടുപകരണങ്ങളുടെ കച്ചവടവും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സാധാരണ ഇന്ത്യൻ നഗരങ്ങളെപ്പോലെ തന്നെ ആണ് കേട്ടോ വഡോദര. ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമല്ല, മാസ്ക് നിർബന്ധമാണ്, പക്ഷേ ഹെൽമെറ്റ് നിർബന്ധമല്ല കേട്ടോ. അതുകൊണ്ട് വളരെ ചുരുക്കം പേരെ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സിഗ്നലിൽ നിൽക്കുന്നതിൽ നമ്മൾ രണ്ടുപേരും പിന്നെ ഒരു അപ്പൂപ്പനും മാത്രമേ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൂ. പിന്നെ വഡോദരയുടെ പറയാനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ പോലെ വഡോദര ചെറിയ ഉൾഭാഗങ്ങളൊക്കെ ഇടുങ്ങിയ റോഡുകളാണെങ്കിലും മോസ്റ്റ് ഉള്ള ഭാഗങ്ങളും എന്താ പറയുക ഇതുപോലെ വിശാലമായ റോഡുകൾ കേട്ടോ. വൺ വേ ആണ്, ഡിവൈഡറൊക്കെ വെച്ചിട്ട് നടുക്ക് പൂവൊക്കെ നട്ടിട്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള നാട് അല്ലേടാ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നാഷണൽ ഹൈവേ 64 കയറി. അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഈ നടുക്കില്ലേ ഡിവൈഡറിൽ മൊത്തം നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കടലാസ് ചെടി നട്ടു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ വന്ന ആറുവരിപ്പാതയുടെ ആ ഒരു ടോൾ പ്ലാസയാണ്. 125 രൂപ കാറിന് അല്ലേടാ. 125 രൂപ ഉണ്ട് കേട്ടോ കാറിന്. ടോള് കൊടുത്തെങ്കിലും നല്ല റോഡുണ്ട്. നല്ല റോഡുണ്ടാകുമ്പോൾ ടോള് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ടാക്സൊക്കെ എന്തിനാന്നുള്ള ചോദ്യം പിന്നെയും ബാക്കിയാവും. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളങ്ങനെ അമൂൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ആനന്ദ് ജില്ലയിലെ അമൂൽ ഫാക്ടറിയുടെ മുമ്പിലെത്തി. ഈ കാണുന്നതാണ് അമൂലിൻ്റെ മെയിൻ ഗേറ്റ്. രാഹുൽ മച്ചാൻ ഭയങ്കര ആവേശത്തിലാണ്. അവന് ഇവിടം വരെ വന്നിട്ട് അമൂല് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതാട്ടോ ഇന്ത്യയിലെ അമൂലിൻ്റെ പ്രൊഡക്ട്സുകൾ വരുന്ന അമൂലിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇഷ്ടം പോലെ. എടാ അമൂലിന് എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? പ്രൊഡക്ട്സിൻ്റെ എണ്ണത്തിലല്ല, അവർ കൈകാര്യം ചെയ്യുന്ന കപ്പാസിറ്റിയിലാണ് കാര്യം. ഓക്കെ. അമൂല് അത്രയ്ക്കധികം ഹ്യൂജ് എമൗണ്ട് ലിറ്റർ പാലും അതിൻ്റെ പ്രൊഡക്ട്സുമാണ് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അമൂല് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. അമൂലിൻ്റെ പ്രൊഡക്ട്സ് ഉപയോഗിക്കാത്തവരും വളരെ ചുരുക്കമായിരിക്കും. ആ അമൂലിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ യാത്രയുടെ ഒരു പ്രധാന പോയിന്റ് തന്നെയായിരുന്നു അല്ലേ, അമൂലിൽ വരിക എന്നുള്ള. പക്ഷേ എൻട്രി കിട്ടിയില്ല. നമ്മൾ മെയിൽ അയച്ചു, PRO പബ്ലിക് റിലേഷൻ ഓഫീസർ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻട്രി ഇല്ല, കോവിഡ് ആയതുകൊണ്ട് നിർത്തി വെച്ചേക്കാണെന്ന്. അതുകൊണ്ട് അതിലൊരു വിഷമമുണ്ട്. കുഴപ്പമില്ല. എന്നാലും മുമ്പിൽ നിന്ന് നമ്മൾ കണ്ടു അമൂൽ വരെ വന്നിട്ട് അമൂലിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം അമൂലിൻ്റെ ഒരു ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അമൂൽ ഫാക്ടറി നോക്കി ഇത് കഴിക്കാം തൽക്കാലത്തേക്ക്. കാരണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പെർമിഷൻ ഇല്ല. പുറത്തേക്ക് ഇറങ്ങി അമുലിൽ നിന്ന്. അമുലിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയണമെങ്കിൽ, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മുഖമാണ് അമുല്. അതെ, തലതൊട്ടപ്പൻ എന്ന് വേണേൽ പറയാം. മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ സംസ്കരണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ 1ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് അമുല് ഏറ്റവും കൂടുതൽ. അപ്പം അമുലിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ, വർഗീസ് മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച വ്യക്തിയാണ്. അപ്പം ആ സമയത്ത് ഗുജറാത്തിൽ, അതായത് 1946 അമുൽ വരുന്നത്. അതിന് മുമ്പ് ഗുജറാത്തിൽ ഈ പാല് ഇത്ര സാധനങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്വകാര്യ കുത്തക കമ്പനിയായിരുന്നു, പോൾസൺ ഡയറീസ് എന്നോ അങ്ങനെ എന്തോ പേരിലുള്ള. സ്വാഭാവികമായിട്ടും വില അവരാണ് നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. കുറഞ്ഞ വിലയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കർഷകർക്ക് വളരെയധികം ദൂരം സമയം സഞ്ചരിച്ച് ഈ പാല് അളക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം പാല് കേടാകുക, കൃത്യമായ വില കിട്ടാതിരിക്കുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്താണ് സഹകരണ മേഖലയിൽ ഒരു പാൽ ഉൽപ്പാദക യൂണിയൻ വേണം എന്ന് സർക്കാരിന് തോന്നുകയും അതിന് മുൻകൈ എടുക്കാൻ വേണ്ടി വർഗീസ് കുര്യൻ വരുന്നതും. അങ്ങനെയാണ് അമുൽ വരുന്നത്. അമുലിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമുലിന് ഫുൾ ഫോം ഉണ്ട്. അപ്പം ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് അമുലിൻ്റെ ഫുൾ ഫോം.
അമലിൻ്റെ ഫുൾ ഫോം ഉണ്ട്. അപ്പം മാത്രമല്ല അത് ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇതിൻ്റെ കീഴിലാണ് അമുൽ ഇപ്പം നിലവിലുള്ളത്. നമ്മുടെ അമൂലിനോടും ആനന്ദ് ജില്ലയോടൊക്കെ ബൈ പറഞ്ഞ് നമ്മുടെ ഹൈവേനോടും ബൈ പറഞ്ഞ് നമ്മൾ ഹൈവേന്ന് ഇടത്തേക്ക് കയറിയേ. ഇനി നമ്മൾ പോകുന്നത്, നിങ്ങൾ ഗുജറാത്തിൻ്റെ മാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തല പോലെയല്ലേ ഗുജറാത്ത് കിടക്കുന്നത്, അതിൻ്റെ തലയുടെ അറ്റത്ത് കൂടി ഇങ്ങനെ കറങ്ങി വരാനാണ് നമ്മുടെ പ്ലാന്. ഗുജറാത്തിൻ്റെ യഥാർത്ഥ ഗുജറാത്ത് കാണുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് അതിന്. അപ്പോൾ ശരിക്കും കയറിയപ്പോൾ നമ്മൾ ഗുജറാത്തിൽ കയറിയപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഗുജറാത്തിലെ റോഡുകളായിരുന്നു. കാരണം ഹൈവേകളൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു, 6 വരി പാതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഗ്രാമവഴികളിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്ന് തന്നെ പറയും. കാരണം നല്ല ചാടിത്തുള്ളിയാണ് വണ്ടി പോകുന്നത്. അത്യാവശ്യം മോശമായ റോഡുകളാണ്. റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് കൃഷിയിടങ്ങളാണ്. ഒരു അസൽ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഗ്രാമീണത ഇനി മുതൽ നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മോദി പറയുന്ന ഗുജറാത്ത് മോഡൽ വികസനം അത് എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും ഗ്രാമങ്ങളിലൊക്കെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാം എന്ത് തരം മോഡലാണ് അവർ വികസനം എന്ന് പറയുന്നു എന്നുള്ളത്. ഓക്കെ, നമ്മളങ്ങനെ ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് ഹൈവേ 6 കയറിയ സമയം 5 മണി കഴിഞ്ഞു, 5:10. നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള താമസ സ്ഥലം അന്വേഷിക്കേണ്ട ടൈമായി. നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നത്തെ താമസം, ഇന്നത്തെ കിടത്തം എന്താവും എന്നുള്ള ഒരു ഊഹവുമില്ല. നമ്മൾ തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് നോക്കാമല്ലോ ഇന്നിവിടെ നമ്മൾ കിടക്കാൻ പോകാമെന്ന്. നമ്മൾ സ്ഥലം കൂടി അന്വേഷിച്ച് നടക്കുകയാണ്. രാഹുൽ മച്ചാൻ അവിടെ നിന്ന് തപ്പുന്നുണ്ട് അടുത്ത് വല്ല ടൗണുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഈ വണ്ടിയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇവർ നമ്മളെ കണ്ടപാടെ ചപ്പാത്തി 3 ചപ്പാത്തിക്കും ഒരു കറിക്കും കൂട്ടിയിട്ട് 100 രൂപ പറഞ്ഞു. 100 രൂപ. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്നാൽ പറഞ്ഞ വേറെ വല്ല ടൗണിലും ചെറിയ കടകൾ നമുക്ക് പറ്റിയതുണ്ടോ എന്ന് തപ്പി പുറത്തിറങ്ങിയിട്ടുള്ളത്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നേ നമ്മുടേതായ ഒരു കട കണ്ടുപിടിച്ചു അല്ലേ. അവസാനം ഒരുപാട് പറഞ്ഞ് നമ്മളവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ചു ഇതവരുടെ കടയാണ്. അത് നോർമൽ ഇവിടെയാണ് അവരുടെ അടുക്കള. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന സാധനം ചപ്പാത്തിയും കറിയാണ് നമ്മൾ പറഞ്ഞത്. आपका नाम क्या है भैया? आपका नाम? आपका नाम चिक्का भाई. चिक्का भाई. ओके, आपका नाम? मारू नाम केतन. केतन. ഓക്കെ, ഇത് ഗുജറാത്ത് ഏരിയ ആണ്. അപ്പോൾ ഹിന്ദിയും ഗുജറാത്തി. ഓക്കെ, ഹിന്ദിയും അത്ര ഇതായിട്ട് ചിലത്ത് ആവൂല. അതൊരു അടിപൊളി. എല്ലാം നല്ല ആൾക്കാരാട്ടാ, മറ്റേ സ്ഥലത്തെ പോലെയല്ല. ചൂട് സബ്ജി ആകുന്നുണ്ട്. വോ സബ്ജിയാണോ? വോ സബ്ജി നെയ്യും. ഓക്കെ, ഇതെന്തോ സാധനം മനസ്സിലായല്ലോ കേട്ടോ. എന്തോ നൂഡിൽസ് പോലുള്ള സാധനമാണ്. പിന്നെ ചപ്പാത്തിയാണോ? ചപ്പാത്തിയുടെ മാവ് കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. ഇതിൻ്റെ അത് നമുക്ക് നല്ല ചൂട് ചപ്പാത്തി ചുട്ട് വരും. അടിപൊളി. ഇവിടെ നമുക്ക് വേണ്ടി ചപ്പാത്തി ജാഗ പോകയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മല്ലേ ഇതെന്താ സാധനം മനസ്സിലായിട്ടോ. ചാസ് എന്നാണ് പേര് പറഞ്ഞത്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എന്താ സാധനം. അച്ഛാ ഓക്കെ. ഓക്കെ, പിന്നെ ഡാൽ ഫ്രൈ, നൂഡിൽസ് കറി വെച്ചത്, സബ്ജി മൊത്തത്തിലിട്ട് പുഴുങ്ങിയത്, ഇത് ചിക്കൻ പോലെയൊക്കെ ഉണ്ട് കേട്ടോ, കോളിഫ്ലവർ. ഓക്കെ, പിന്നെ ചപ്പാത്തി കേട്ടോ. 5 ചപ്പാത്തി അല്ലേ പറഞ്ഞേ? 5 ആണോ 3 ആണോ? 3 ചപ്പാത്തി വീതം. ഇതെല്ലാം കൂടി ഇവിടെ 70 രൂപയാണ്. നമ്മളിവിടെ അപ്പുറമെന്ന് പറഞ്ഞത് 3 ചപ്പാത്തിക്ക് കറിക്കും മാത്രം 100 രൂപ പറഞ്ഞു. അമ്മമാരോട് ദൈവം ചോദിക്കും. ഓരോ ദാവയിലും അവിടെ പട്ടികളുണ്ടാവുന്നു. അപ്പം ആ പട്ടിയെ കൊണ്ട് കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് കൂടി എടുപ്പിക്കുക കേട്ടോ. എന്തോ ഓക്കെ, എന്തോ ഒരു അഭ്യാസം. യെസ്, പട്ടീനെ ആ ബൈക്കിന് മേലെ കയറ്റി ഇരുത്തുന്ന അഭ്യാസമാണ് കേട്ടോ ഇവർ ഉദ്ദേശിച്ച കാണിച്ചു തരുമെന്ന് പറഞ്ഞത്. അവസാനം കയറ്റി ഫ്രണ്ടിൽ ഇരുത്തേണ്ടതാണ്, പക്ഷെ സൈഡിലിരുന്നു. അടിപൊളി. നമുക്കിതുവരെ താമസിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. 2-3 പമ്പിൽ ചോദിച്ചു, പക്ഷേ പെർമിഷൻ കിട്ടിയില്ല. സമയം ഇപ്പോൾ ഏകദേശം 6:30 എല്ലാ പ്രാവശ്യവും പമ്പിൽ ചോദിക്കുന്ന നിങ്ങളെ കാണിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ കാണിക്കാത്ത കേട്ടോ. മുമ്പോട്ട് പോയി നോക്കാം, കിട്ടുമായിരിക്കല്ലോടാ.
പോസിറ്റീവ്, ബി പോസിറ്റീവ്. ഇതാ രാവിലെ മച്ചാൻ ഇവിടെ നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, കഷ്ടപ്പെട്ട് അവസാനം കിട്ടിയെന്നല്ല, കേരളം പോലെ സ്ഥലം പമ്പ അവിടെയാണ്. ഇവരിതാ കുറച്ച് ഒരു ആസ്പെറ്റോസൊക്കെ അടിച്ചൊരു ഭാഗമുണ്ട്, അപ്പോൾ മഞ്ഞ് വീഴില്ല. അപ്പോൾ എന്തായാലും അടിപൊളി. നമ്മുടെ പ്രഭാകരൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം അല്ലടാ. ബാത്റൂമും കാര്യങ്ങളും വെള്ളവും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്താക്കും തക്കവണ്ണം. അതായത് ചോദിച്ച് അവസാനം കിട്ടും എന്നുള്ളത് കേട്ടോ. ഒരു കാര്യത്തിൽ നമ്മൾ ഡെസ്പാകേണ്ട ഒരാവശ്യമില്ല. നമുക്ക് എന്താ പറയുക, താമസ സൗകര്യം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളേ. ഇനി നാളെ നമ്മൾ ഗുജറാത്തിൻ്റെ ഗ്രാമവഴികളിലൂടെ സഞ്ചരിക്കുന്നു. ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു സജഷനാണ്, നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഇനി മുതലെങ്കിലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. കാരണം ഞങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പം യൂട്യൂബില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ഞങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു കപ്പൽ പൊളിക്കുന്ന സ്ഥലം അവിടെയാണുള്ളത്, അലാങ്ങിലാണുള്ളത്. കപ്പലിൻ്റെ നങ്കൂരം